ഗൾഫ് മേഖലയിൽ നിന്ന് ലോകത്തെ ആകെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് പിന്നാലെ അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി മറ്റൊരു സായുധ സംഘം കൂടി രംഗത്തെത്തിയിരിക്കുന്നു. തന്ത്രപ്രധാനമായിട്ടുള്ള പാതകളിൽ വ്യാപകമായി ആക്രമിക്കും എന്ന ഇവരുടെ ഭീഷണി ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് തുല്യമാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന് പുറമെ ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ബാബ് എൽ മൻഡേബ് കടലിടുക്ക് കൂടി അടച്ചു പൂട്ടുമെന്നാണ് യമനിലെ സായുധ സംഘങ്ങൾ ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. യമനിലെ തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ഒരു സംയുക്ത സഖ്യത്തിലൂടെ ബാബേൽ മൻഡേബും ഹോർമൂസും പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നാണ് യമനിലെ അൻസാറുല്ല പ്രസ്ഥാനം ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം കാരണം ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം ഇതിനോടകം തന്നെ സ്തംഭനാവസ്ഥയിലാണ്. മിക്ക കപ്പലുകളും ഇപ്പോൾ ഇരുളുമറയിലോ രഹസ്യമായോ ആണ് ഇതുവഴി കടന്നു പോകുന്നത്. ഈ സംഘർഷങ്ങളുടെ ഫലമായി ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $85 കുതിച്ചുയർന്നു കഴിഞ്ഞു. ഇതിനിടെ കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് 20% ട്രാൻസിറ്റ് ഫ്രീ ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധിക്ക് ഇടയിലാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ യമനിൽ നിന്നുള്ള സായുധ സംഘങ്ങളുടെ ഈ പോക്രിത്തരം അരങ്ങേറുന്നത്. അറേബ്യൻ ഉപദ്വീപിനും ആഫ്രിക്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബാബ് എൽ മൻഡേബ് സൂയസ് കനാലിന്റെ തെക്കൻ കവാടമാണ്. ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ 12% കടന്നു പോകുന്ന ഈ നിർണായക പാത അടച്ചുപൂട്ടിയാൽ ലോക വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $200 വരെ എത്തിയേക്കാം. ഇത് ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളുടെ വൻ തകർച്ചയ്ക്കും റെക്കോർഡ് ഭേദിക്കുന്ന ആഗോള നാണയപ്പെരുപ്പത്തിനും കാരണമാകും. ചുരുക്കത്തിൽ ലോകത്തിനെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം സായുധ സംഘങ്ങളുടെ ഗുണ്ടായിസമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ ഏകദേശം 95% സമുദ്രപാതകളിലൂടെയാണ് നടക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം വിദേശ വ്യാപാരത്തിന്റെ ഏകദേശം 35% നടക്കുന്നത് സൂയസ് കനാലും ബാബ് എൽ മൻഡേബും കടലിടുക്കും വഴിയാണ്. തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, യന്ത്ര സാമഗ്രികൾ, ബസുമതി അരി എന്നിവയുൾപ്പെടെയുള്ള കയറ്റുമതി എല്ലാം ഈ ഇടനാഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഏകദേശം 80% ചെങ്കടൽ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് വൻ ശക്തികൾ തമ്മിലുള്ള പോര് മുറുകുമ്പോൾ മറുവശത്ത് അന്താരാഷ്ട്ര സമുദ്രപാതകളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ഇത്തരം അരാജകത്വവാദികൾ ആഗോള സമാധാനത്തിന് തന്നെ വലിയ ഭീഷണിയാകുകയാണ്. ലോകരാജ്യങ്ങളെ ആകെ വെല്ലുവിളിക്കുന്ന ഈ നിയമവിരുദ്ധ സംഘങ്ങളെ എങ്ങനെ നേരിടുമെന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ജസ്റ്റ് മലയാളം.